ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പ്ലസ് ടു മാത്തമാറ്റിക്സിലെ 7.3 എക്സസൈസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 9 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 7.3 ഇൻറ്റഗ്രൽസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. പ്ലസ് ടു മാത്സിലെ 7ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ അതിനകത്ത് 10ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 24 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് എത്രത്തോളം കഴിയുമെന്ന് അറിയില്ല. വീഡിയോൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നതിന് മുൻപ് എത്ര എണ്ണം പറ്റുവെച്ചെങ്കിൽ അത്ര നമുക്ക് ചെയ്ത് തീർക്കാം. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് sin⁴x ആണ് വരുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കാം. എന്താണ് sin⁴x dx. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഒരാളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരേനെയാണ് അത് sin² 2x + 1 ആയിരുന്നു അല്ലേ ഫംഗ്ഷൻ. 2x + 5 ആണ്. അപ്പോൾ ഇവിടെ ഇവിടെ sin²x അല്ല sin⁴x. അപ്പോൾ അതിനെ നമുക്ക് sin²x⁴2 എന്ന് എഴുതാം. അപ്പോൾ അവിടെ sin² നമ്മൾ എക്സ്പാൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് വരിക 1 - cos 2x/2 എന്ന് വരും ⁴2. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 1 - cos 2x/2 എന്ന് കിട്ടിയിട്ടുണ്ട്. പവറിലൊരു 2 കൂടി കിടക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ 1/2 പുറത്തെടുത്ത് കളയാം. അപ്പോൾ 1/4 എന്ന് വരും. ദെൻ 1 - cos 2x⁴2 എന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ 1 - cos 2x ഇല്ല, അതിനെ നമുക്ക് a - b² ഇല്ല, അതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ 1 - 2 cos 2x + cos² + cos² 2x അങ്ങനെ കിട്ടിയിട്ടുണ്ട്. 1/4 ഉണ്ട്, ഇൻറ്റഗ്രൽ ഉണ്ട്. ഇനിയിപ്പോൾ വേണ്ടത്? ഇവിടെ നമുക്ക് 1 - ആരാണ് കിടക്കുന്നത്? 2 cos 2x കിടക്കുന്നുണ്ട്. അതിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ വരും x - 2 × cos അല്ലേ. അപ്പോൾ sin 2x / 2. അപ്പോൾ ഈ 2 ും 2 ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി ഇനി ഇവിടെ ഇൻറ്റഗ്രലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആരാണ്? cos² അല്ലല്ലോ, ഇവിടെ ആരായിരുന്നു? cos തന്നെയാണ്. അപ്പോൾ cos² 2x-ൻ്റെ ഒരു ഐഡൻറ്റിറ്റി വരുന്ന നമ്മൾ മുമ്പ് കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 + cos 2x-ന് പകരം ഇവിടെ ഇപ്പോൾ ആരാണ്? cos 2x ആണ് എടുക്കുന്നത്. അപ്പോൾ cos x ആണെങ്കിൽ 2x വരും. അപ്പോൾ cos 4x/2 എന്ന് വരും. ഇനി ഇതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ വരിക? 1/2ൻ്റെ ഇൻറ്റഗ്രൽ ആരാ വരും? x/2 + x/2. പിന്നെ വരിക? cos 4x-നെ പ്ലസ് sin 4x/8 എന്ന് വരും. ഇനി ഓൾ ഡിവൈഡഡ് ബൈ ഒരു 1/4 ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഇപ്പോൾ x - sin 2x + x/2 + sin 4x/8 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ 3 ഇവിടെ ഒരു 1/2 എടുക്കുന്നുണ്ട്, അതായത് x/2 കിടക്കുന്നുണ്ട്, ഇവിടെ ഒരു x കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം, 3x/2 എന്ന് വേണമെങ്കിൽ എഴുതാം. 3x/2 എന്ന് എഴുതാം. അതുപോലെ തന്നെ 4നെ വേണമെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാം. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ sin⁴x ചെയ്തില്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റിനായിട്ട് തന്നിട്ടുള്ള sin⁴x നിങ്ങൾ ചെയ്തല്ലോ. ഇനി cos⁴2x ഒന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? cos² 2x⁴2 എന്ന് എഴുതുകയാണ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ സൈനിൽ ചെയ്ത അതേപോലെ തന്നെ ചെയ്ത് പോവുക. ഇനി cos 2x അല്ല cos² 2x അല്ലേ കിടക്കുന്നത്. അപ്പോൾ cos 2x ആകുമ്പോൾ വരിക? 1 + cos 4x, അതായത് cos² x-ൻ്റെ പറയണത് ഐഡൻറ്റിറ്റിയാണ് പറയുന്നത്. /2 ഉണ്ടാവും, ⁴2 ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ എന്താ ചെയ്തത്? നമ്മൾ ആ 1/2നെ നമ്മൾ 1/4 ആയിട്ട് പുറത്തെഴുതി. അപ്പോൾ ഇനി ഇനി എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ 1 + 2 cos 4x + cos² 4x എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ ഇപ്പോൾ സിമ്പിളാണ്. പുറത്തൊരാളുണ്ടായിരുന്നില്ല 1/4. 1/4 ×
ഇതിപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വരും പ്ലസ് തന്നെ 2 cos 4x ചെയ്ത് കഴിഞ്ഞാൽ വരിക 2 ഇൻറ്റു കോസ് 4x കോസ് അല്ല സൈൻ 4x ഡിവൈഡ് ബൈ ആര് വരിക 4 എന്ന് വരും. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 1/2 നേരം 1/2 അപ്പോൾ ഇനി ഇവരെ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് അവിടെ വീണ്ടും ഒരാൾ എടുക്കണവരാണ് കോസ് സ്ക്വയർ 4x എടുക്കുന്നത്. അതിനെ നമ്മൾ കോസ് സ്ക്വയർ എക്സിന് ചെയ്യുന്നത് അതേപോലെ ചെയ്യണം. എന്തെന്നാ വരിക 1 പ്ലസ് കോസ് 8x എന്ന് വരും. അതായത് 4x ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 8x കോസ് 8x ബൈ 2 വരും. ഇനി ഇവൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇവൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ എന്താണ് വരിക എക്സ് പ്ലസ് കോസ് അല്ല സൈൻ 8x ഡിവൈഡ് ബൈ 8 എന്ന് വന്നു. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ എഴുതി കൊടുക്കുക. പ്ലസ് 1/2 ഓക്കെ 1/2 അല്ലെങ്കിൽ x/2 പ്ലസ് സൈൻ 8x ഡിവൈഡഡ് ബൈ 16 എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഒരു പ്ലസ് സി ഇടാൻ മറന്നു. അവിടെയും കൂടി പോയിട്ട് ഒരു പ്ലസ് സി ഇട്ട് കൊടുക്കുക. ഇതിലൊരു പ്ലസ് സി. ഇവിടെ നേരത്തെ പോലെ x/2 എക്സും വന്നിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം 3x/2 എന്ന് എഴുതാം. അതുപോലെ തന്നെ 4നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിലേക്ക് എടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ ഇവിടെ പുറത്ത് തന്നെ എഴുതുകയാണ്. അപ്പോൾ അകത്ത് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ സൈൻ 4x പിന്നെ ഇതാരാണ് പ്ലസ് സൈൻ 8x ഡിവൈഡ് ബൈ 16 പ്ലസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. 12 അല്ലല്ലോ നമുക്ക് ചെയ്യാനുള്ളത് 11 10 ചെയ്ത് 10 ചെയ്ത് 15. ഇവിടെ ഇപ്പോൾ ആരാണ് സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്. ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കണം. സൈൻ സ്ക്വയർ എക്സ് ചെയ്തില്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ സൈൻ ടു ദ പവർ 4 ചെയ്തു. പിന്നെ ഒരെണ്ണത്തിൽ കോസ് റേസ് ടു 4 ചെയ്തു. പിന്നെ വീണ്ടും അതേപോലെ തന്നിരിക്കുകയാണ് എന്തെന്ന് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് എന്ന്. ഒരു ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. പാറ്റേൺ അല്ല ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സോ നമുക്ക് ചെയ്യാം. ഇപ്പോൾ സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം ബൈ 1 പ്ലസ് കോസ് എക്സ്. ഇവനെ നമുക്ക് എന്താണ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സിന് ഇങ്ങനെ എഴുതാം 1 പ്ലസ് കോസ് എക്സ് 1 പ്ലസ് കോസ് എക്സ് പ്ലസ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് 1 മൈനസ് കോസ് എക്സ് എന്ന് എഴുതാം ബൈ 1 പ്ലസ് കോസ് എക്സ്. അപ്പോൾ എന്താ ഇതിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്താണ് 1 മൈനസ് കോസ് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇനി അപ്പോൾ എന്താ 1 മൈനസ് കോസ് എക്സ്. അപ്പോൾ എന്താ വരിക സിമ്പിളാണ്. എന്തൊട്ടാണ് വരിക എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് വരും. എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് സി. അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തതാരാ കോസ് 2x മൈനസ് കോസ് 2 ആൽഫ ബൈ കോസ് എക്സ് മൈനസ് കോസ് ആൽഫ. എന്തെന്നാണ് കോസ് 2x മൈനസ് കോസ് 2 ആൽഫ ബൈ കോസ് എക്സ് മൈനസ് കോസ് ആൽഫ. അപ്പോൾ കോസ് 2x മൈനസ് കോസ് 2 ആൽഫ ബൈ കോസ് എക്സ് മൈനസ് കോസ് ആൽഫ ഇൻ്റഗ്രൽ dx. ഇതെന്താ ചെയ്യുക നമുക്ക് ഇവിടെ കോസ് 2xൻ്റെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാം. അപ്പോൾ കോസ് 2x എന്തെന്നാണ് നമുക്ക് കോസ് സ്ക്വയർ അല്ല 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 പിന്നെന്താണ് അപ്പം എന്താ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 വരും. പിന്നെന്താ മൈനസ് ഓഫ് 2 കോസ് സ്ക്വയർ ആൽഫ മൈനസ് 1. അപ്പോൾ ഇതിലിപ്പോൾ എന്താണ് ഈ സാധനം സാധനമല്ല ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും ഇവിടെ പ്ലസ് 1 ആവും. ഇത് -2 മൈനസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ -1 ഉണ്ട്, ഇവിടെ +1 ഉണ്ട്. നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്തു.
ദെൻ ഇനി എന്താ ഉള്ളത്, 2 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പുറത്തെഴുതുക. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് എന്തെന്നാണ്, കോസ് സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ ആൽഫ എന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ ഡിനോമിനേറ്റർ ശ്രദ്ധിച്ചോ, എന്തെന്നാണ് എടുക്കുന്നത്, 2ന് ഞാൻ പുറത്ത് എഴുതുന്നുണ്ട് കേട്ടോ. കോസ് സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ ആൽഫ ഡിവൈഡ് ബൈ കോസ് എക്സ് മൈനസ് കോസ് ആൽഫ. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, കോസ് ആൽഫ അല്ല കോസ് എക്സ് മൈനസ് കോസ് ആൽഫ ഇൻറ്റു കോസ് എക്സ് പ്ലസ് കോസ് ആൽഫ എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്യുക. ഇനി എന്താ വരുന്നത്, കോസ് എക്സ് പ്ലസ് കോസ് ആൽഫ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 പുറത്തുണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ കോസ് എക്സ് മൈനസ് കോസ് ആൽഫ എന്ന് എടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് 2 ഇൻറ്റു കോസ് ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് സി എന്ന് വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് ആരാ, 14ാമത്തെ ക്വസ്റ്റ്യൻ. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ 2x. എന്താണ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ 1 പ്ലസ് സൈൻ 2x. ചെയ്ത് നോക്കാം. നമുക്ക് ഇതിനകത്ത് നിന്ന് എന്താണ് ഈ സൈൻ 2xനെ എന്തെന്ന് എഴുതാം, സൈൻ 2x ഈസ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് എഴുതാം. 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് എഴുതാം. നിർത്തിയില്ല അല്ലേ, 2 സൈൻ എക്സ് കോസ് എക്സ്. ദെൻ നമുക്ക് ആ 1നെ എന്തെന്ന് എഴുതാം, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. കുഴപ്പമൊന്നുമില്ലല്ലോ, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ ഇതാരായി, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു 2ab90. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നല്ല ഏതുണ്ട്, കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ടു ദ പവർ 2 എന്ന് എഴുതാം. ഇനി നമുക്ക് മേലക്ക് നോക്കിയേ, അതാരാണ് അത് അക്കെടുക്കുന്ന ആളാരാണ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനെ ടി ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ യു ആയിട്ട് എടുക്കുക. യു അല്ലേ നല്ല നമ്പർ. യു ഈസ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. അപ്പോൾ ഡി യു ഈസ് ഈക്വൽ ടു എന്തെന്നാ വരിക, കോസിൻ്റെതാകുമ്പോൾ മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് വരും, ഡി എക്സ്. അപ്പോൾ ഇവിടെ ആരാണ്, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡി എക്സ് അവിടെ കിടക്കണില്ലേ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആരെ പുട്ട് ചെയ്യാം, ഡി ടി എന്ന് കൊടുക്കാം. ദെൻ ഡിവൈഡ് ബൈ നമ്മൾക്ക് നമ്മളാരാ യു ഡി ടി അല്ല കേട്ടാ, ഡി യു. ദെൻ എന്താണ് യു ആയിട്ട് എടുത്തത് ആരെന്നെയാണ്, ഇത് ഈ സാധനത്തിനായിരുന്നു. അല്ല ആരെന്നെയാണ്, കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ടു ദ പവർ 2 കിടന്നിരുന്നു. അപ്പോൾ അതിന് നമുക്ക് എന്താ യു സ്ക്വയർ എന്നാവാം. ഇനിയിപ്പോൾ 1/u സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വരിക, -1/u എന്ന് വരും പ്ലസ് സി. അപ്പം ഇനി എന്താണ്, യുവിന് നമ്മൾ ഈ സാധനം തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സാധനം എന്ന് പറയരുത്. അപ്പോൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് തിരിച്ചു കൂട്ടി ചെയ്തു പ്ലസ് സി. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാനാണ് ഇപ്പോൾ 10 കഴിഞ്ഞു, ആരെ ചെയ്ത് നമ്മൾ 11. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത എന്താണ് 5ാമത്തെ ക്വസ്റ്റ്യൻ, tan ക്യൂബ് 2x സി 2x. അപ്പോൾ നമ്മൾ ക്യൂബ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ സാധാ ചെയ്യാറ്, അതിനെ സ്ക്വയറും ടു ദ പവർ 1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം വേണ്ടത്. അപ്പോൾ ടാൻ സ്ക്വയർ 2x ടാൻ 2x സീക്ക് 2x എന്ന് എഴുതി. ഇനി എന്താ ചെയ്യുക, ഇതിനെ 1 - sec സ്ക്വയർ 2x എന്ന് എഴുതുക. പിന്നെ ടാൻ 2x സീക്ക് 2x എന്ന് അങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട് എന്താണ് ഈ സീക്ക് 2x ഉണ്ടല്ലോ, സീക്ക് 2xനെ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് ഒരു യു എന്ന് എടുക്കുക. ദെൻ ഡി യു ഈസ് ഈക്വൽ ടു എന്തെന്ന് വരിക, സീക്ക് 2x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ഡി എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് ഇതാണ് സാധനം ഇവിടെ കിടക്കുന്നില്ലേ. അപ്പോൾ ഇതിന് മൊത്തമായിട്ട് നമുക്ക് എന്താണ് ഡി യു എന്ന് കൊടുക്കാം. ദെൻ 1 - sec സ്ക്വയർ 2x. അപ്പോൾ അതിനെന്ത് ചെയ്യുക, നമുക്ക് യു കൊടുക്കുക. യു അല്ല യു സ്ക്വയർ ഇട്ടോ. ഇവിടുത്തെ ബി ടാൻ സ്ക്വയർ 2xനെ നമുക്ക് എങ്ങനെ എഴുതാം, 6 സ്ക്വയർ 2x - 1 എന്ന് എഴുതാം. 6 സ്ക്വയർ 2x - 1. എന്നിട്ട് നമ്മളെന്താണ് ഇപ്പോൾ യു ഈക്വൽ ടു സീക്ക് 2x എന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഡി യു ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും,
സീക്ക് 2x എന്താണ് സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പോൾ സീക്ക് 2x ഇൻറ്റു ടാൻ 2x പിന്നെ 2x ഒരു 2 കൂടി വരും dx. അപ്പോൾ എന്താ വരിക ഇതിനകത്ത് നിന്ന് എന്താണ് ഈ 2നെ നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ du/u2 ഈസ് ഈക്വൽ ടു എന്തെന്നാണ് സീക്ക് 2x ഇൻറ്റു ടാൻ 2x dx എന്ന് കിട്ടി. അതാണ് നമുക്ക് എന്ത് ഇവിടെ കിടക്കുന്നത്, അതെന്താണ് നമുക്ക് ഇവിടെ ഉണ്ട്. സോ നമുക്ക് എന്താണ് ഈ സാധനത്തിന് പകരം ഈ ഒരു ടേമിന് പകരം നമുക്ക് എന്താണ് du 1/2 പുറത്തിടാം. ദെൻ ഈ സീക്ക് സ്ക്വയർ 2x ഉണ്ടല്ലോ അതിനെ നമുക്ക് u² എന്ന് എഴുതാം. u² - 1 du. ഇനി എന്താണ് ഈ u²ൻ്റെ ഇൻ്റഗ്രൽ എന്തുട്ടാ u³ മൈനസ് u. അപ്പോൾ 1/2 പുറത്തുണ്ട്. ഇനി എന്താണ് തിരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തത് തിരിച്ച് കൊടുക്കുക. അപ്പോൾ എന്താ u³ എന്ന് പറയുമ്പോൾ എന്ത് വരിക സീക്ക് ക്യൂബ് 2x/3 മൈനസ് സീക്ക് 2x 1/2. അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 16ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് tan⁴x ആണ്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ ഇതുപോലത്തെ സൈനിൻ്റെയും കോസിൻ്റെയും നമ്മൾ ചെയ്തതാണ്. ഇനി അപ്പോൾ ടാനിൻ്റെ എങ്ങനെ വരിക എന്ന് നോക്കാം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം tan²x² എന്ന് എഴുതാം. ഇനി എന്താണ് tan²x-നെ നമുക്ക് എങ്ങനെ എഴുതാം sec²x - 1/2. ഇനി എന്താ ചെയ്യുക അതിനെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരിക sec⁴x - 2 sec²x + 1 dx. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അതിനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു ഇവിടെ sec²x-ൻ്റെ എന്താ വരിക tan x എന്ന് വരും പ്ലസ് ഇവിടെ 1 dx എന്താ വരിക x എന്ന് വരും. ദെൻ ഇനി sec⁴x ആണുള്ളത് അതിനെ നമുക്ക് വേറെ ചെയ്യും. അപ്പോൾ sec⁴നെ sec²x ഇൻറ്റു sec²x എന്ന് എഴുതാം. അതിനകത്ത് ഒരെണ്ണത്തിന് നമുക്ക് എന്താക്കാം ഒരാളെ നമുക്ക് എങ്ങനെ എഴുതാം 1 + tan²x എന്ന് എഴുതാം ഇൻറ്റു sec²x dx. അപ്പോൾ ഇതിനകത്ത് ഇനി എന്താണ് ഈ 1 + tan²x ഉണ്ടല്ലോ അതിനകത്ത് ടാനല്ലേ ആ tan x-ന് നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ tan x = നമ്മളൊരു u എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് du = sec²x എന്ന് കിട്ടും. അപ്പോൾ sec²x dx അവിടെ കിടക്കുന്നുണ്ട്, ഇവിടെ dx കൂടി ഉണ്ടാവും. സോ ഈ sec² dx അവിടെ കിടക്കുന്നുണ്ട്. സോ നമുക്ക് അതിനെന്താക്കാം അതിനെ du എന്നാക്കാം. അതുപോലെ തന്നെ നമ്മൾ ടാനിനാണ് u എടുത്തത്. സോ tan² എന്താണ് u² എന്ന് എഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ 1 + u² du എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക u + u³ 3 എന്ന് വരും. അപ്പോൾ ആ യുവിന് എന്താണ് തിരിച്ച് നമ്മൾ ടാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. tan x + tan³ x/3 എന്ന് വരും. നമ്മളിവിടെ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചത് എന്തായിരുന്നു ഈ സാധനമല്ല. അപ്പോൾ അതിൻ്റെ ആൻസർ ഇതാണ്. സോ ഇതിനകത്ത് tan x - 2 tan x വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 കട്ട് ചെയ്യുക എന്താണ് -tan x ആവും. എന്താണ് tan³ x/3 -tan x + x പ്ലസ് ആരും കൂടി ഉണ്ടാവും ഒരു സിയും കൂടി ഉണ്ടാവും. ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ 17ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് sin³ x + cos³ x / sin² x × cos² x ആണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. ആരാണ് ന്യൂമറേറ്ററിലുള്ളതൊക്കെ എന്താണ് sin³ x + cos³ x / sin² x × cos² x ആണ് വരുന്നത്. അപ്പോൾ അതിന് നമുക്കെന്താണ് സെപ്പറേറ്റ് ചെയ്യാം ആദ്യം. അപ്പോൾ ഇവിടെ ഇപ്പം എന്തൊട്ടാണ് ഈ sin³ x / sin² x × cos² x. അപ്പോൾ അതിനകത്ത് നിന്ന് എന്താണ് നമുക്ക് ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ തന്നെ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തിട്ട് മുന്നോട്ട് പോവാം. അതല്ലെങ്കിൽ എഴുതിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ വെറുതെ ഒന്ന് എഴുതാം sin³ x / sin² x. അപ്പോൾ എന്തുട്ടാ വരിക മേലെ ഒരു sin x വരും, sin x / cos² x എന്ന് ബാലൻസ് വരും പ്ലസ് അടുത്തത് എന്താണ് cos³ x / cos² x എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് ഈ cos² x എന്താണ് ഇത് ക്യാൻസൽ ആയി പോകും. cos x / sin² x എന്ന് വരും. ദാറ്റ് ഈസ് എന്താണ് sin x ഇവിടെ ഫസ്റ്റത്തെ ഉള്ളിൽ എന്താണ്
ഇവിടെ സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്താണ് ടാൻ എക്സ് ഇൻറ്റു സീക്ക് എക്സ് എന്ന് എഴുതാം. അതായത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഉണ്ട്, 1/cos എക്സ് ഉണ്ട്. സോ 1/cos എക്സ് സീക്ക് എക്സും സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്തെന്ന് ടാൻ എക്സും. അപ്പോൾ അതൊരെണ്ണം ശരിയായി. ഇനി അടുത്ത ആരാളുള്ളത്? കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ആണുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? കോസ് എക്സ് ബൈ സൈൻ എക്സ് ഇൻറ്റു 1/sin എക്സ് എന്ന് എഴുതാം. സോ ഈ 1/sin എക്സ് എന്ന് പറഞ്ഞാൽ അതാരാണ്? കൊസീക്ക് എക്സ് ആണ് വരുന്നത്. ദെൻ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? കോട്ട് എക്സ് ആണ് വരുന്നത്. അപ്പോൾ ടാൻ എക്സ് ഇൻറ്റഗ്രൽ ടാൻ എക്സ് ഇൻറ്റു സീക്ക് എക്സ് ആരാണ്? ഇൻറ്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് കിട്ടും? നമുക്ക് സീക്ക് എക്സ് എന്ന് കിട്ടും. പ്ലസ് ഇനി എന്താണുള്ളത്? കോട്ട് എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് എടുക്കുന്നുണ്ട്. അതെന്താ വരിക? മൈനസ് കൊസീക്ക് എക്സ് ആണ് വരിക. എന്താണ് നമുക്ക് ഈ ഇടയിൽ പ്ലസ് വെറുതെ മായ്ച്ചു കളയാം. പ്ലസ് സി എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? സീക്ക് എക്സ് മൈനസ് കൊസീക്ക് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. വൃത്തിക്ക് എഴുതാൻ വേണമെന്നുണ്ടെങ്കിൽ എന്തെന്നാണ്? സീക്ക് എക്സ് മൈനസ് കൊസീക്ക് എക്സ് പ്ലസ് സി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 18ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? കോസ് ടു എക്സ് പ്ലസ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് കിടക്കുന്നുണ്ട്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എന്താണ് കോസ് ടു എക്സ് 2 സൈൻ സ്ക്വയർ എക്സ്? അപ്പോൾ എന്താണ്? ഇൻറ്റഗ്രൽ കോസ് ടു എക്സ് പ്ലസ് 2 സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ആണുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? കോസ് ടു എക്സ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് എന്താണ്? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. എന്തെന്ന്? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് ആരാളുള്ളത്? 2 സൈൻ സ്ക്വയർ എക്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ മൈനസ് സൈൻ സ്ക്വയർ എക്സും പ്ലസ് 2 സൈൻ സ്ക്വയർ എക്സും കൂടി ആകുമ്പോൾ എന്താ വരിക? ഈ 2 അങ്ങോട്ട് പോകും, ഈ മൈനസും ക്യാൻസലാവും. അപ്പോൾ എന്തെന്ന് വന്നു? കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് വന്നത് എന്താണ്? 1 ആണ്. 1 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് വന്നിട്ടുണ്ട്. അതെന്തുട്ടാ? ഇൻറ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഇൻറ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ആരാണ്? നമ്മുടെ ടാൻ എക്സ് ആണ്. അപ്പോൾ പ്ലസ് സിയും കൂടി കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? ഇവിടെ കോസ് ടു എക്സിന് ഒരു ഐഡൻറ്റിറ്റി കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താണ്? 1/cos സ്ക്വയർ എക്സ് എന്ന് എളുപ്പം കിട്ടി. അത് സീക്ക് സ്ക്വയർ ആണ്. സോ അതിൻ്റെ ഇൻറ്റഗ്രൽ ടാൻ എക്സ് ആണ്. ഓരോരുത്തരും ചെയ്യണ കാര്യങ്ങൾ മീൻസ് എന്ത് ചെയ്യണം എന്നുള്ളത് വേണമെങ്കിൽ വേറൊരു മെഷീൻ ഉണ്ട്, നമ്മൾ ജസ്റ്റ് അവിടെ എഴുതി വെക്കും. അപ്പോൾ ഇവിടെ അങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യനിൽ വേറൊരു കളർ എടുത്തിട്ട് നമുക്ക് എന്താണ്? കോസ് ടു എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്നാണ്? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാതെ അവിടെ എഴുതി വെക്കും. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ നമുക്ക് എളുപ്പം കിട്ടും അത്. ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും എന്താ ചെയ്യണമെന്ന് ജസ്റ്റ് അവിടെ എഴുതി വെക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് എന്താ? 10 നമ്മൾ ചെയ്തു? 18. അടുത്തത് 1/sin x ഇൻറ്റു കോസ് ക്യൂബ് എക്സ്. കോസ് ക്യൂബ് എക്സ് വേറെ കളർ എടുക്കാം കേട്ടോ, ഇത് കാണുന്നില്ല. അപ്പം എന്താണ്? 1/sin x ഇൻറ്റു കോസ് ക്യൂബ് എക്സ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? 1 = നമുക്ക് എന്താ? കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റിയാണ്. ബൈ സൈൻ എക്സ് ഇൻറ്റു കോസ് ക്യൂബ് എക്സ് എന്ന് കൊടുത്തു. ഇനി എന്താണ്? സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഫസ്റ്റത്തെ ഇൻറ്റഗ്രൽ എന്ത് വരും? ഫസ്റ്റത്തെ കോസ് സ്ക്വയർ എക്സ് ബൈ കോസ് ക്യൂബ് എക്സ് ചെയ്യുമ്പോൾ എന്തെന്ന് കിട്ടും? 1/sin x. വേണ്ട, കോസ് സ്ക്വയർ എക്സിനെ ഫുള്ളായിട്ട് കളയണ്ട. ഇതെന്താണ്? 1/sin x ഇൻറ്റു കോസ് എക്സ് ദെൻ ഡിവൈഡ് ബൈ കോസ് ക്യൂബ് അല്ലേ ഉണ്ടായിരുന്നു, നമ്മൾ ഒരെണ്ണത്തിനെ കളഞ്ഞു, കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതി. പ്ലസ് അടുത്തത് ഇവിടെ ആരാണുള്ളത്? ഇതെന്താ? സൈൻ സ്ക്വയർ എക്സ്. സൈൻ സ്ക്വയർ എക്സ് ആകുമ്പോൾ എന്തെന്നാണ്? അതിന് ഒരെണ്ണം വെട്ടിക്കളഞ്ഞാൽ, കാരണം ഇവിടെ ഒരെണ്ണമല്ലേ ഉള്ളൂ, ഒരെണ്ണത്തിന് വെട്ടിക്കളഞ്ഞാൽ സൈൻ എക്സ് ഡിവൈഡ് ബൈ എന്തെന്ന് വരും? കോസ് സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സ്, ശരി ആ സാധനം വരും. ഇനി എന്താണ്? ഇപ്പോൾ ഇവിടെ 1/sin x ഇൻറ്റു കോസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് ഉണ്ട്. നമുക്ക് ഈ കോസിനെ എടുത്തിട്ടേ ഇവിടെ എഴുതാം. കോസ് എക്സിനെ താഴത്തേക്ക് എഴുതി. അപ്പോൾ എന്താ വരിക? 1/tan x ഇൻറ്റു ആരാണ്? പിന്നെ ഈ കോസ് സ്ക്വയർ എക്സ് 1/cos സ്ക്വയർ എക്സ് അല്ല, അതിനെ നമുക്ക് സീക്ക് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. പ്ലസ് ഇനി ആരാളുള്ളത്? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ
ഇതാരായിരുന്നു കോസ് സ്ക്വയർ എക്സ് ആവും. അപ്പോൾ ഇതിനെന്താണ് ടാൻ എക്സ് ഇൻറ്റു സീക്ക് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇൻറ്റഗ്രൽ ടാൻ എക്സ് ഇൻറ്റു സീക്ക് എക്സ് ആരാണ്? ഇത് സീക്ക് എക്സ് ആണ്. പിന്നെന്താ 1/tan x ഇൻറ്റു ഇനി എന്തൊട്ടുള്ള അതാരാ സീക്ക് സ്ക്വയർ എക്സ് കിടക്കുന്നുണ്ട്. നമ്മൾ ചെയ്തൊരു തെറ്റുണ്ട്. ഇവിടെ എന്താണ് ടാൻ എക്സ് ഇൻറ്റു സീക്ക് എക്സ് എന്നല്ല വരിക ഇതിൻ്റെ ഉള്ളിലേ. ഇവിടെ ആരായിരുന്നു? സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഇൻറ്റു കോസ് ക്യൂബ് എക്സ് ആണ്. കോസ് ക്യൂബ് എക്സ്. അപ്പോൾ ഇതിന് ഈ സൈൻ എക്സിനെ നമ്മൾ വെട്ടി, ഈ സൈൻ എക്സിനെ കളഞ്ഞു, ഒരെണ്ണത്തിനെ വെട്ടി കളഞ്ഞു. പിന്നെ സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് ക്യൂബ് എക്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ സൈൻ എക്സ് ബൈ കോസ് ക്യൂബ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് സൈൻ എക്സ് ബൈ കോസ് എക്സ്, പിന്നെ ഒരു കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. അപ്പോൾ 1 കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. അപ്പോൾ ഇതിനെന്താണ് ടാൻ എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. മനസ്സിലായോ? അങ്ങനെ എഴുതി. എന്താ നോക്കുമ്പോൾ രണ്ടെണ്ണത്തിലും എന്തുണ്ട് സീക്ക് സ്ക്വയർ എക്സ് കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അയാളെന്നെ പുറത്തെടുക്കുക. ബാക്കി ഈ 1/tan x പ്ലസ് ടാൻ എക്സിനെ അങ്ങനെ എഴുതുക ഇൻറ്റഗ്രൽ. ഇനി എന്താണ് ഇവിടെ സീക്ക് സ്ക്വയർ എക്സ് ഉണ്ട് ഡി എക്സ്. ഇനി എന്തൊട്ടാ ചെയ്യുക? അപ്പോൾ ഈ ഇൻറ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ടാൻ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ടാൻ ഇവിടെ എടുക്കുന്നുണ്ട്. സോ നമുക്ക് എന്താണ് അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഡി യു ഈസ് ഈക്വൽ ടു എന്തെന്നാണ് ടാൻ എക്സ് എന്ന് എഴുതാം. ഡി യു ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ ഡി യു ഇട്ട് കൊടുക്കുക. ദെൻ ഈ ടാൻ ഉള്ളിടത്തൊക്കെ യു കൊടുക്കുക. അപ്പോൾ 1/u പ്ലസ് യു. ഇനി ഇൻറ്റഗ്രൽ 1/u എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ലോഗ് യു ആണ് വരും അല്ലേ? ലോഗ് യു വരും. പ്ലസ് യു സ്ക്വയർ ബൈ 2 എന്ന് വരും. പ്ലസ് സി എന്ന് വരും. ഇനിയിപ്പോൾ എന്താ? ഇനി ഇതിൽ യുവിനെ നമ്മൾ തിരിച്ച് ആരിനെ ടാനിനെ കൊടുക്കണം. അപ്പോൾ ലോഗ് മോഡ് ടാൻ എക്സ് പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് ഏതാ? അടുത്തത് കോസ് 2x ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ. എന്തെന്നാ കോസ് 2x ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. The cos 2x divided by cos x plus sin x അല്ലേ? cos x plus sin x the whole square integral. അപ്പോൾ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് എന്ത്? സാധനമല്ല, ഒരു ഐഡൻറ്റിറ്റിയാണ് കോസ് 2x ഇക്വൽ ടു എന്തെന്നാ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഞാൻ നേരത്തെ പറഞ്ഞത് ജസ്റ്റ് അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക നമ്മൾ എന്താ ചെയ്യണമെന്നുള്ളത്. വെറുതെ ഒരു രസത്തിനാണ്. അപ്പോൾ പിന്നെ മറിച്ച് നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കതിന് എന്ത് എഴുതാം? എ പ്ലസ് ബി. ഞാൻ അവിടെ തന്നെ എഴുതുക കേട്ടോ, വേണ്ട വേറെ അടുത്ത് എഴുതാം, സ്ഥലമില്ലല്ലോ. അപ്പോൾ ഇവിടെ എന്താ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ. സോ ഇതെന്താണ്? ഈ പവർ 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് ഒരെണ്ണം വെട്ടി. അപ്പോൾ ഇനി എന്താ ഉള്ളത്? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഇത് സ്ഥിരമായിട്ട് നമുക്ക് വരാറുണ്ട്. എന്നുവെച്ചാൽ ഇങ്ങനെ എന്നുവെച്ചാൽ ഇപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ അല്ല, എന്നുവെച്ചാൽ ഈ ഡിനോമിനേറ്ററിലുണ്ടല്ലോ അതിൻ്റെ ആര് ഡെറിവേറ്റീവ് ആണ് ആ മേലെ കിടക്കുന്ന സാധനം. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ഒരു യു ഈസ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ യു ഡി യു ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് കിട്ടും. അവനാണ് എന്ത് മേലെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മാറ്റി കളഞ്ഞിട്ട് അവിടെ ഡി യു എന്ന് എഴുതാം. ഡി യു ബൈ യു. അപ്പോൾ 1/u എന്ന് പറഞ്ഞാൽ ആരാണ്? ലോഗ് യു ആണ് അല്ലേ? അപ്പോൾ ലോഗ് മോഡ് യു ആണ് വരിക. അപ്പോൾ അതിനെന്താണ്? കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ്, വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ആരാണ്? സൈൻ ഇൻവേഴ്സ്
ഓഫ് കോസ് എക്സ് ഇൻറ്റഗ്രൽ ഡി എക്സ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ഐഡൻറ്റിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോസ് എക്സിന് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം, സൈൻ π/2 പ്ലസ് എക്സ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അതാണ് കോസ് എക്സ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π/2 പ്ലസ് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലെന്താ ചെയ്യുക, അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്താണ്, എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് എഴുതാം, π/2 പ്ലസ് എക്സ് എന്ന് എഴുതാം. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടുക, π/2 എക്സ് പ്ലസ് x²/2 പ്ലസ് സി എന്ന് കിട്ടി. അതുപോലെ തന്നെ എന്താണ് ഇവിടെ π മൈനസ് എക്സ് ആണെങ്കിലും, അതായത് സൈൻ π/2 മൈനസ് എക്സ് എന്നുള്ളത് എന്താണ്, കോസ് എക്സ് തന്നെയാണ്. അപ്പോൾ ആ കോസ് എക്സിന് ഇതും കൂടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും, ഈ ഒരു ആൻസറിൽ ഇവിടെ മൈനസ് ആയാലും വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ, 22. അപ്പോൾ ഇവിടെ എന്താ 1/cos x മൈനസ് a ഇൻറ്റു കോസ് എക്സ് മൈനസ് ബി. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാനുള്ള എന്താണ്, 1/cos x മൈനസ് a ഇൻറ്റു കോസ് എക്സ് മൈനസ് ബി ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ഇതിൻ്റെ ന്യൂമറേറ്ററിൽ ആ 1 ആണ് എടുക്കുന്നത്. അവിടെ നമുക്ക് എന്താണ് ഒരു സൈൻ എന്തെടുക്കണം, ഒരു a മൈനസ് ബി എടുക്കുക ആദ്യം. അപ്പോൾ അതേപോലെ ഒരു 1 എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എന്താ ഇത് ചെയ്തിരിക്കും, ന്യൂമറേറ്ററിൽ എടുത്തൂല. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ വേണം അതിനെ പുറത്തെഴുതുക, 1/sin a മൈനസ് ബിനെ പുറത്തെഴുതി നിർത്തുക. അപ്പോൾ ഇത് എന്തുകൊണ്ട് സൈൻ a മൈനസ് ബി എടുത്തു എന്നുള്ളത് നിങ്ങളെന്താണ്, നമുക്ക് ഇതിന് ട്രിഗണോമെട്രി മറ്റേ പഠിക്കാനുണ്ടല്ലോ ഒരു 3-4 മറ്റേ കോസ് എക്സ് മൈനസ് വൈ, അതുപോലെ തന്നെ കോസ് എക്സ് പ്ലസ് വൈ, അതുപോലെ തന്നെ സൈൻ എക്സ് മൈനസ് ബി ആൻഡ് മീൻസ് സൈൻ എക്സ് മൈനസ് വൈ ദെൻ സൈൻ എക്സ് പ്ലസ് വൈ, ഈ 4 ഉണ്ടല്ലോ. അതിനകത്ത് നിങ്ങളെന്താണ് ഈ എക്സ് മൈനസ് എ വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തുകൊണ്ട് ഇവിടെ സൈൻ a മൈനസ് ബി എടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാവുണ്ടോ. അപ്പോൾ ആ 4 വെച്ചിട്ട് ഈ സെയിം സാധനം എന്താണ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഇപ്പോൾ സൈൻ a മൈനസ് ബി എടുത്തിട്ടുണ്ട്, ഡിവൈഡ് ബൈ കോസ് എക്സ് മൈനസ് എ ഇൻറ്റു കോസ് എക്സ് മൈനസ് ബി. ഇനി എന്താ ചെയ്യുക, ന്യൂമറേറ്ററിൽ ഒരു എക്സ് ആഡ് ചെയ്യുക, പ്ലസ് എക്സും മൈനസ് എക്സും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും നമുക്ക്, ഇപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതിനെങ്ങനെ എഴുതാം, എക്സ് മൈനസ് ബി നമ്മുടെ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് ബി കിടക്കുന്നുണ്ട്. പിന്നെ ഇനി കിടക്കുന്നത് എന്താണ്, എ മൈനസ് എക്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിനെ തിരിച്ച് എക്സ് മൈനസ് എ എന്നാക്കുക. അപ്പോൾ എന്താ ഒരു മൈനസ് പുറത്ത് വരും. അപ്പോൾ മൈനസ് ഓഫ് എന്താണ് എക്സ് മൈനസ് എ എന്ന് ഓഫ് സൈൻ, അല്ലെങ്കിൽ സൈൻ ഓഫ് ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഡിവൈഡ് ബൈ കോസ് എക്സ് മൈനസ് എ ഇൻറ്റു കോസ് എക്സ് മൈനസ് ബി. ദെൻ ഇപ്പം എന്താണ് സൈൻ ഓഫ് എക്സ് മൈനസ് ബി മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് എ എന്ന് വന്നിട്ട്, അതായത് സൈൻ എ മൈനസ് ബി എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെന്താണ് അതിൻ്റെ എക്സ്പാൻഷൻ എന്താ വരിക, സൈൻ എ കോസ് ബി. അപ്പോൾ നമ്മുടെ 1 സൈൻ ഓഫ് എ മൈനസ് ബി അവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ ഇൻറ്റഗ്രൽ ആരാണ്, സൈൻ എക്സ് മൈനസ് ബി ഇൻറ്റു കോസ് എക്സ് മൈനസ് എ ഇൻറ്റു അല്ല, ഇനിയിപ്പോൾ എന്താ മൈനസ് ആണ് വരിക, മൈനസ് ഓഫ് ഇപ്പോൾ സൈൻ ചെയ്തു, ഇനിയിപ്പോൾ എന്താണ് കോസ്. അപ്പോൾ കോസ് എക്സ് മൈനസ് ബി ഇൻറ്റു സൈൻ എക്സ് മൈനസ് എ all divided by cos x minus a into cos x minus b. ഇനിയിപ്പോൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ എന്താ വരിക, ഇവിടെ സൈൻ എക്സ് മൈനസ് ബി ഇൻറ്റു കോസ് എക്സ് മൈനസ് എ ഉണ്ട്, ഇവിടെ കോസ് എക്സ് മൈനസ് എ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താ വരിക, സൈൻ എക്സ് മൈനസ് ബി ബൈ കോസ് എക്സ് മൈനസ് ബി. അതെന്താണ്, അത് ടാൻ എക്സ് മൈനസ് ബി എന്ന് വന്നു. പിന്നെ മൈനസ് ഓഫ് ഇവിടെ എന്താണ് കോസ് എക്സ് മൈനസ് എ ഉണ്ട്, സൈൻ എക്സ് മൈനസ് ബി ഉണ്ട്. അപ്പോൾ നമുക്കതിൽ നിന്ന് കോസ് എക്സ് മൈനസ് എ കട്ട് ചെയ്ത് കളഞ്ഞാൽ മൈനസ് ഓഫ് സൈൻ എക്സ് മൈനസ് വരിക ബി എന്ന് തന്നെ വരും. ചെയ്തതിൽ ചെറിയൊരു തെറ്റുണ്ട്. നമ്മളിവിടെ സൈൻ എക്സ് മൈനസ് ബി ഇൻറ്റു കോസ് എക്സ് മൈനസ് എ ആണ് എടുത്തത്. അതുപോലെ ഇവിടെ എക്സ് മൈനസ് ബി ഇൻറ്റു സൈൻ എക്സ് മൈനസ് എ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ആരാ കോമൺ ആയിട്ട് ഉണ്ടാവുക, ഇവിടെ സൈൻ എക്സ് മൈനസ് ബി ഇൻറ്റു കോസ് എക്സ് മൈനസ് എ. അപ്പോൾ ഇത് വെട്ടിക്കളഞ്ഞാൽ
ഇവിടെ ടാൻ എക്സ് മൈനസ് ബി എന്ന് തന്നെ വരും. ടാൻ എക്സ് മൈനസ് ബി എന്ന് തന്നെ വരും. പിന്നെ ഇനി എന്താണ് മൈനസ് ഓഫ്, ഇവിടെ ആരുള്ളത്, ഇവിടെ കോസ് ഓഫ് എക്സ് മൈനസ് ബി ആണുള്ളത്. ബി ആകുമ്പോൾ ഇത് വെട്ടിയാൽ ഇനി ആരെ ബാലൻസ് ഉള്ളത്, സൈൻ എക്സ് മൈനസ് എ ഡിവൈഡ് ബൈ കോസ് എക്സ് മൈനസ് എ ആണ്. അപ്പോൾ മൈനസ് ഓഫ് ടാൻ എക്സ് മൈനസ് എ എന്നാണുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ എന്താണ് നമുക്ക് എന്താ ഈ 1 സൈൻ എ മൈനസ് ബി അവിടെ തന്നെ ഉണ്ടല്ലോ, അതവിടെ എഴുതുക. 1 സൈൻ എ മൈനസ് ബി അവിടെ എഴുതി വെച്ചിട്ട് ടാൻ എക്സ് മൈനസ് ബി എന്ന്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്തുട്ടാ വരിക, ഇവിടെ ലോഗ് മൈനസ് ലോഗ് കോസ് എക്സ് മൈനസ് ബി എന്ന് വരും, പ്ലസ് ലോഗ് കോസ് എക്സ് മൈനസ് എ എന്ന് വരും. ഇനി ഇതിനെന്താണ്, ഇതിപ്പോൾ ലോഗ് എ മൈനസ് ബി എന്നാണ് കിടക്കുന്നത്. അതിന് നമുക്ക് എന്താണ് ലോഗ് എ ബൈ ബി എന്ന് എഴുതാം. അപ്പോൾ എന്താണ് ലോഗ് ഓഫ് കോസ് എക്സ് മൈനസ് എ ബൈ കോസ് എക്സ് മൈനസ് ബി എന്ന് എഴുതാം. കോസ് എക്സ് മൈനസ് ബി എന്ന് എഴുതാം. അപ്പോൾ എന്താ വരിക, 1 സൈൻ എ മൈനസ് ബി ഇൻറ്റു ലോ കോസ് എക്സ് മൈനസ് എ ബൈ കോസ് ഓഫ് എക്സ് മൈനസ് ബി പ്ലസ് സി. ഇതാണെന്ത് നമ്മുടെ ലാസ്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ പറഞ്ഞ മറക്കണ്ട, 4 വെച്ചതൊന്നും ചെയ്ത് നോക്കുക. അതായത് ഈ സൈൻ എ മൈനസ് ബി എടുത്തൂല, അതുപോലെ ബാക്കി 4 എടുത്ത് നോക്കുക. കോസ് എ മൈനസ് ബി എടുക്കുക, സൈൻ എ പ്ലസ് ബി എടുക്കുക, കോസ് എക്സ് പ്ലസ് ബി എ പ്ലസ് ബി എടുക്കുക. എന്നിട്ട് വെറുതെ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്തത് ചൂസ് ദി കറക്റ്റ് ആൻസർ ഇൻ എക്സസൈസ് 23 and 24. അപ്പോൾ ഈ 2 എണ്ണത്തിൽ ഇതിൽ നിന്ന് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ്. ഇതും ചെയ്ത് നോക്കാം. സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു ഇതാരാന്ന് ചോദിക്കുന്നത്. സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ്. അപ്പം എന്തുട്ടാ വരിക നോക്കാമല്ലോ. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. ഒരു ഡി എക്സ്. അപ്പോൾ ഇതിനെന്താണ് നമുക്ക് നേരെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഈ സാധനവും മീൻസ് സൈൻ സ്ക്വയറും ക്യാൻസലായി പോയി കഴിഞ്ഞാൽ 1 കോസ് സ്ക്വയർ എക്സ് വരും, മൈനസ് ഇതിൽ നിന്ന് ഇവിടെ മൈനസ് ഓഫ് 1 ഇതിലിപ്പോൾ ഈ കോസും ഈ കോസും വെട്ടിയാൽ 1 സൈൻ സ്ക്വയർ എക്സ് വരും. അപ്പോൾ ഇതിനെന്താ വെച്ചാൽ ഫസ്റ്റ് കിടക്കുന്ന ആളാരാ, 1 കോസ് സ്ക്വയർ എക്സ്. അതെന്താ സീക്സ് സ്ക്വയർ എക്സ് ആണ്. ഇൻറ്റഗ്രൽ സീക്സ് സ്ക്വയർ എക്സ് മൈനസ് 1 സൈൻ സ്ക്വയർ എക്സ് ആണ്. കോസീക്സ് സ്ക്വയർ എക്സ് ആണ് വരിക, കോസീക്സ് സ്ക്വയർ എക്സ്. സോ ഇൻറ്റഗ്രൽ സീക്സ് സ്ക്വയർ എക്സ് ആരാണ്, അത് ടാൻ എക്സ് അല്ലേ. പിന്നെ ഇതാരാണ്, മൈനസ് കോട്ടെക്സ്. അപ്പോൾ പ്ലസ് കോട്ടെക്സ്, അപ്പോൾ ടാൻ എക്സ് പ്ലസ് കോട്ടെക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇത് ഏത് ഓപ്ഷൻ നമുക്ക് നോക്കാം. പിന്നെ ഒരു സിയും കൂടി ഉണ്ടാവും. അപ്പോൾ ടാൻ എക്സ് പ്ലസ് കോട്ടെക്സ് തന്നെ ഓപ്ഷൻ എ ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താ ഒരു പ്ലസ് സിയും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ കൂടി ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ ടെക്സ്റ്റ് ഉപയോഗിച്ചിരുന്ന ആൾ കുറേ ക്വസ്റ്റ്യനൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്റ്റ് ഒന്നുമല്ല, അപ്പോൾ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആവും. അടുത്ത ക്വസ്റ്റ്യൻ 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇ റേസ് ടു എക്സ് ഇൻറ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു 1 + x ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു. ഇതെന്താ നോക്കാം. ഇ റേസ് ടു എക്സ് ഇൻറ്റു 1 + x ഇൻറ്റഗ്രൽ ഇ റേസ് ടു എക്സ് 1 + x ഡിവൈഡ് ബൈ ആരാണ്, കോസ് സ്ക്വയർ എക്സ് ഇ റേസ് ടു എക്സ് അല്ലേ. അതെ. ഇനിയിപ്പോൾ എന്തൊട്ടാണ്, നമുക്കിതിനകത്ത് ഈ എക്സ് റേസ് ടു എക്സ് ഉണ്ടല്ലോ, അതിനങ്ങോട്ട് എടുക്കുക. അപ്പം എന്തൊട്ട് വരിക, എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു 1. അപ്പം ഇതാണെന്ത് ആ മേലെ കിടക്കുന്ന സാധനം, ഇ റേസ് ടു. ഇതിന് ഇ റേസ് ടു എക്സ് പുറത്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഇവിടുന്ന് ഇ റേസ് ടു എക്സ് അകത്തെടുക്കുക. അപ്പോൾ എന്ത് വരും, ഈ എക്സ് ഇ റേസ് ടു എക്സ് ഇൻറ്റു പ്ലസ് ഇ റേസ് ടു എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനെ ഡി യു എന്ന് കൊടുക്കുക. ദെൻ ഇവിടെ നമുക്ക് യു എന്ന് കൊടുക്കുക.
അപ്പോൾ കോസ് സ്ക്വയർ യു എന്ന് പറഞ്ഞാൽ എന്തൊട്ടാണ്, അതായത് 1/cos സ്ക്വയർ യു എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ യു ആണ്. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ യു ഡി യു എന്ന് പറഞ്ഞാൽ ആരാണ്, ടാൻ യു ആണ്. ടാൻ യു ആണ്. യു എന്താണ്, എക്സ് ഇ റേസ് ടു എക്സ് ആണ്. ടെൻ ഓഫ് എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് സി. അപ്പോൾ ഇതിനകത്ത് ഏതാ ഓപ്ഷൻ നോക്കാം, ഏതാണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഈ എക്സസൈസിൽ 24 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മൾ 2 വീഡിയോ ആയിട്ട് എല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോയിൽ 9 ഇപ്പോൾ 24 കംപ്ലീറ്റ് ആയി. അപ്പോൾ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കാണുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത്ര തന്നെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.